ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ലാപ്ടോപ്പ് എങ്ങനെ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്ക് നല്ലൊരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് തന്നെ വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വർക്ക് കൂടുതലും വീട്ടിൽ ഇരുന്നാണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, പോർട്ടബിലിറ്റി ഒരു ഫാക്ടർ അല്ലെങ്കിൽ PC ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇപ്പം നമുക്ക് 70,000 ഒരു ലാപ്ടോപ്പും PC ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി PCക്ക് ആയിരിക്കും ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത്. കാരണം PC നല്ല വലുതാണ്, നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പവർ സപ്ലൈ ആ ഒരു വോൾട്ടേജ് വാല്യൂ നല്ല ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോർട്ടബിലിറ്റി ഒരു ഫാക്ടർ അല്ലെങ്കിൽ PC ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ പോർട്ടബിലിറ്റി ഒരു ഫാക്ടർ ആണെങ്കിൽ ഒബ്വിയസ്ലി ലാപ്ടോപ്പ് തന്നെ എടുക്കേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏത് യൂസിനാണ് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഡിസൈഡ് ചെയ്യാം. നമുക്ക് 3 ടൈപ്പ് യൂസാണ് മെയിൻലി വരുന്നത്: ലൈറ്റ് യൂസ്, മീഡിയം യൂസ്, ഹെവി യൂസ്. ലൈറ്റ് യൂസ് എന്ന് പറയുമ്പോൾ നമ്മളെ സാധാ പവർ പോയിന്റ്, എക്സൽ, വേർഡ് അങ്ങനത്തെ യൂസും പിന്നെ മീഡിയ കൺസപ്ഷൻ അങ്ങനത്തെ യൂസാണ് നമ്മൾ ലൈറ്റ് യൂസ് എന്ന് പറഞ്ഞു വരുന്നത്. മീഡിയം യൂസ് എന്ന് പറയുമ്പം കോഡിങ് വരും, ഫോട്ടോഷോപ്പ് അങ്ങനത്തെ യൂസ്. ഹെവി വരുമ്പോൾ ഗെയിമിംഗ് വരും, വീഡിയോ എഡിറ്റിംഗ് വരും, പിന്നെ 3D മോഡലിംഗ് അങ്ങനത്തെ വർക്ക്. അപ്പോൾ ലാപ്ടോപ്സിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പാണ്, രണ്ടാമത്തത് ഗെയിമിംഗ് ലാപ്ടോപ്പ്. തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത ലാപ്ടോപ്സ്, വെയിറ്റ് കുറഞ്ഞ ലാപ്ടോപ്സിനെയാണ് തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സ് എന്ന് പറയുന്നത്. അതൊരു 1 to 1.5, 1.6 kg ആ റേഞ്ചിലെ ലാപ്ടോപ്പിനാണ് ജനറലി നമ്മൾ തിൻ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഗെയിം ലാപ്ടോപ്പ്. അതിൽ ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് പറഞ്ഞുകൊണ്ട് തന്നെ അതൊരു എക്സ്ട്രാ കമ്പോണൻ്റ് ആണ്. പിന്നെ നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പിലെന്ന് വെച്ചാൽ പ്രോസസ്സറും കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ളതാണ് യൂസ് ചെയ്യുന്നത് തിൻ ആൻഡ് ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്രയും പവർഫുൾ കമ്പോണൻസ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ വെയിറ്റ് അവിടെ ആഡ് ആവുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ജനറലി ഒരു 2 kg അല്ലെങ്കിൽ അതിൻ്റെ എബോവ് വെയിറ്റ് ഈ ഗെയിമിംഗ് ലാപ്ടോപ്സ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ യൂസും പിന്നെ ടൈപ്പ് ഓഫ് ലാപ്ടോപ്സ് അത് രണ്ടും മനസ്സിലാക്കി. ഇനി നിങ്ങൾ ബജറ്റ് ഡിസൈഡ് ചെയ്യുക. ബജറ്റ് ഞാൻ പറയും ഒരു മിനിമം 25,000 എങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. 25,000 ഈ ഇടയ്ക്ക് നമുക്ക് i3 ഉള്ള ഒരു ലാപ്ടോപ്പ് സെയിലിൽ വന്നായിരുന്നു, മനസ്സിലാവും. പിന്നെ നേരത്തെ യൂസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് യൂസ് ആണെങ്കിൽ അറൗണ്ട് 35,000 ഉള്ള ലാപ്ടോപ്പ് എടുത്താലും ഒരു സീനില്ല. മീഡിയം യൂസ് ആണെങ്കിൽ ഒരു അറൗണ്ട് 50,000 ഉള്ള ലാപ്ടോപ്പ് നല്ല രീതിക്ക് പോകും. പിന്നെ ഹെവി ഗെയിമിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ 65,000 ആയിരിക്കും ഒരു നല്ലൊരു ബജറ്റ്. 50,000 ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ, പക്ഷേ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് പോലെ അങ്ങ് പറയുവാണ്. പിന്നെ നിങ്ങളെ യൂസിനനുസരിച്ചുള്ള ലാപ്ടോപ്പ് തന്നെ വാങ്ങുക. ലാപ്ടോപ്പിൻ്റെ കേസിൽ ഞാൻ പറയും, നിങ്ങൾക്ക് ബജറ്റ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി സ്ട്രെച്ച് ചെയ്യുക, മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം 50 രൂപയാണ് കറണ്ട് ബജറ്റ്, പക്ഷേ നിങ്ങളുടെ യൂസ് കുറച്ചുകൂടെ ഹൈ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ആണെങ്കിൽ ഞാൻ പറയും സെയിലിനൊക്കെ വെയിറ്റ് ചെയ്യുക. സെയിൽ ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഒരു 65 ഉള്ള ലാപ്ടോപ്പ് ആയിരിക്കും 50 കിട്ടുന്നത്, മനസ്സിലാവും. പിന്നെ കുറച്ച് സേവ് ചെയ്ത് പിന്നെ വാങ്ങാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ചിലരെ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിലർ അണ്ടർ പവേർഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങും. എന്ന് വെച്ചാൽ അവരുടെ യൂസ് നല്ല ഗെയിമിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അവർ ചിലപ്പം തിൻ ആൻഡ് ലൈറ്റ് അങ്ങനത്തെ ലാപ്ടോപ്പ് ഒക്കെ ആയിരിക്കും വാങ്ങുന്നത്. ചിലരെന്ന് വെച്ചാൽ ഓവർ പവർഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ആയിരിക്കും വാങ്ങുന്നത്. അവരുടെ യൂസ് ലൈറ്റ് യൂസ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവർ വാങ്ങുന്ന 80,000-90,000. അപ്പോഴും നിങ്ങൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ സ്ട്രെച്ച് ചെയ്യുക. കാരണം നമുക്കിതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ലാപ്ടോപ്പ് വരുന്നത്. ക്രോം ബുക്ക് എന്നൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ മിനിമം നിങ്ങൾ 25,000 ബജറ്റ് വെച്ച് പോകുക. അതിനും അണ്ടറിലാണ് ഈ ക്രോം ബുക്സ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബേസിക് യൂസ് ആണ്, മനസ്സിലാവും. ഒരു ആൻഡ്രോയിഡ് OS ഒരു ലാപ്ടോപ്പിൻ്റെ ഫോമിൽ വേണമെങ്കിൽ മാത്രം അത് മേടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ പ്രൈസിന് തന്നെ ടാബ്ലറ്റ് കിട്ടും, ആൻഡ്രോയിഡ് ടാബ്ലറ്റ്. അത് മച്ച് ബെറ്റർ ആണ് ക്രോം ബുക്കിനെക്കാളും, മനസ്സിലാവും. അപ്പോൾ നിങ്ങളെ യൂസ് അനുസരിച്ച് നോക്കുക. പിന്നെ അടുത്ത ഡിസ്പ്ലേ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നോക്കാം. 2 സൈസാണ് മെയിൻലി നമുക്ക് വരുന്നത്, 14 ഇഞ്ച് 15.6 ഇഞ്ച്. നിങ്ങൾക്ക് പോർട്ടബിലിറ്റി ഭയങ്കര ഒരു ഹയസ്റ്റ് പ്രയോറിറ്റി ആണെങ്കിൽ 14 ഇഞ്ച് ആയിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ സ്ക്രീനും കാര്യങ്ങളും അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ 15.6 ഇഞ്ച് ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഞാൻ പറയുന്ന ഡിസ്പ്ലേ റെസൊല്യൂഷൻ്റെ കാര്യമാണ്. റെസൊല്യൂഷനിൽ നിങ്ങൾ HD ഡിസ്പ്ലേ വാങ്ങരുത്, മനസ്സിലായി. ലാപ്ടോപ്പിന് 1080p ഫുൾ HD തൊട്ടൊരു 2K അതൊക്കെ ആയിരിക്കും ഐഡിയൽ, മനസ്സിലായി. അതിൻ്റെ മുകളിലുള്ള ഡിസ്പ്ലേസും ഉണ്ട്, 3K ഡിസ്പ്ലേ ഒക്കെ വരുന്ന ലാപ്ടോപ്പ് ഉണ്ട്. 4K ഒക്കെ ഭയങ്കര ഓവർക്കില്ലാണ് കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മനസ്സിലായി. പിന്നെ TN ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. TN ഡിസ്പ്ലേ എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് കാണുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ അല്പം ഒന്ന് നമ്മൾ തിരിച്ച് മറിച്ച് നോക്കുമ്പോൾ തന്നെ ലാപ്ടോപ്പിൻ്റെ കളർ വാഷായി തുടങ്ങും. ഇപ്പോഴും പല കമ്പനീസ് അവരുടെ എക്സ്പെൻസീവ് ലാപ്ടോപ്പിൽ തന്നെ ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സീനെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് പേജ് നോക്കുമ്പോൾ പല കമ്പനീസ് ഇത് മെൻഷൻ ചെയ്യത്തില്ല TN എന്നുള്ളത്, മനസ്സിലായി. ചിലതിൽ മാത്രമേ മെൻഷൻ ചെയ്യത്തുള്ളൂ. ഇപ്പം ബാക്കി 2 ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ട്, IPS OLED. അതെങ്കിൽ അവർ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ ഒബ്വിയസ്ലി മിക്കവാറും അവർ TN തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, മനസ്സിലായി. അപ്പോൾ ചില കമ്പനീസ് അത് മെൻഷൻ ചെയ്യാറുള്ളൂ.
ആ ഒരു കാര്യം നിങ്ങൾ നോക്കി വാങ്ങുക. ഇപ്പം പ്രോഡക്റ്റ് പേജിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ റിവ്യൂസൊക്കെ വായിച്ച് നോക്കുക. അത് TN ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒരേ ഒരു കേസിൽ എനിക്ക് TN റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു 30,000 റേഞ്ചിലൊക്കെ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ഭയങ്കര കിടിലം പ്രൊസസ്സറും TN ആയിട്ട് കിട്ടുമെങ്കിൽ പിന്നെ അത് കോംപ്രമൈസ് ചെയ്യാം. പക്ഷേ മാക്സിമം TN ഡിസ്പ്ലേ അവോയ്ഡ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് 2 ടൈപ്പ് ഡിസ്പ്ലേ ആണ്, IPS-ഉം OLED-ഉം. IPS ആണ് മോസ്റ്റ് കോമൺലി നമുക്ക് വരുന്നത്. IPS നല്ല വ്യൂയിങ് ആംഗിളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. OLED എന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മളെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ അല്ലേ, അത് തന്നെയാണ്. ഭയങ്കര ഡീപ് ബ്ലാക്സും കാര്യങ്ങളും ഭയങ്കര കോൺട്രാസ്റ്റും അങ്ങനെയൊക്കെ. പക്ഷേ OLED-ൽ ബേണിൻ്റെ വറീസ് പല ആൾക്കാർക്കുണ്ട്. പക്ഷേ ഇപ്പം അതൊരു വലിയ സീനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്ക ലാപ്ടോപ്പ് കമ്പനീസ് OLED ഡിസ്പ്ലേ അവരുടെ ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ഫാക്ടർ ആവത്തില്ല. IPS ആയിരിക്കും മോസ്റ്റ് ആൾക്കാർക്ക് നല്ലത്. ഇപ്പം നിങ്ങൾ OLED-ന് വേണ്ടി ബാക്കി ഫീച്ചേഴ്സ് കോംപ്രമൈസ് ചെയ്യരുത്, മനസ്സിലായി. പ്രൊസസ്സർ തീരെ കുറഞ്ഞത് OLED-ഉം ഒരു 60-70,000 കിട്ടുവാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെ യൂസിന് അത്ര നല്ലതല്ലായിരിക്കും, മനസ്സിലായി. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി കളർ ഗാമറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളർ ആക്യുറസി നിങ്ങളുടെ വർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോഷോപ്പ് അങ്ങനത്തെ വർക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ sRGB ഒരു 100% അല്ലെങ്കിൽ 99% ഉള്ള ഡിസ്പ്ലേ തന്നെ എടുക്കുക, മനസ്സിലായി. പിന്നെ നമുക്കൊരു ബേസിക് sRGB വരുന്നത് ഒരു 60 റേഞ്ചാണ്. NTSC 45% വരുന്ന ഡിസ്പ്ലേ. അത് നമ്മുടെ സാധാ മീഡിയ കൺസപ്ഷൻ സാധാ യൂസിനൊക്കെ അത് എടുത്തൊന്നും സീനില്ല. പക്ഷേ കളർ ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ sRGB 100% അല്ലെങ്കിൽ 99% ഉള്ള ഡിസ്പ്ലേ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ OLED ഡിസ്പ്ലേയിൽ മിക്കപ്പോഴും അത് 100% തന്നെ ആയിരിക്കും. അത് പിന്നെ വേറെ നോക്കേണ്ട നമ്മൾ കാര്യം വരത്തില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് മിക്ക ലാപ്ടോപ്പിലും സാധാ ബേസിക് ലാപ്ടോപ്സിൽ വരുന്ന 250 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. 300 അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടിയ നല്ല ഒരു നമ്പറായിട്ട് ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഡിസ്പ്ലേയിലെ റിഫ്രഷ് റേറ്റ്. നിങ്ങൾ ഗെയിമിങ് അതൊക്കെ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്സിൽ മിക്കതിലും 120 Hz തൊട്ട് തന്നെയാണ് വരുന്നത്, മനസ്സിലായി. അപ്പോൾ 120 Hz ഉള്ളതെങ്കിൽ സെലക്ട് ചെയ്യുക. ബാക്കി 60 Hz ആയാലും അങ്ങനെ വലിയ വിഷയമില്ല. പക്ഷേ നമ്മൾ സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തർ എക്സ്പീരിയൻസ് കിട്ടും ഹൈ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണെങ്കിൽ. പിന്നെ ടച്ച് സ്ക്രീന് ഒരു ഭയങ്കര ഫാക്ടറായിട്ട് നിങ്ങൾ നോക്കണ്ട, മനസ്സിലായി. ടച്ച് സ്ക്രീൻ അത്രയ്ക്ക് നെസസറി. നിങ്ങൾക്ക് 2-in-1 ലാപ്ടോപ്പ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ടച്ച് സ്ക്രീനിലോട്ട് പോകാവൂ. കാരണം ടച്ച് സ്ക്രീൻ വരുമ്പോഴേ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിൽ കോംപ്രമൈസ് ആവുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെങ്കിൽ മാത്രം നോക്കുക, അല്ലെങ്കിൽ ആ ഒരു സംഭവം മൈൻഡിൽ നിന്ന് വിടുക. ഇനി റാം സ്റ്റോറേജിൻ്റെ കാര്യം നോക്കാം. റാം ഞാൻ പറയാം 2025 നിങ്ങൾ 16 GB എന്തായാലും എടുക്കണം എന്ന് ഞാൻ പറയാം, മനസ്സിലാവും. തീരെ കുറഞ്ഞ ലാപ്ടോപ്പാണ്. ഇപ്പോൾ Ryzen 3 i3 അങ്ങനത്തെ ലാപ്ടോപ്സൊക്കെ ആണെങ്കിൽ 8 GB ആയാലും ഓക്കെയാണ്. കാരണം അതിൽ നമ്മൾ ഭയങ്കര ഹെവി യൂസൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ i5 Ryzen 5 അതുതൊട്ടുള്ള എല്ലാത്തിലും 16 GB തന്നെ എടുക്കണമെന്ന് ഞാൻ പറയും. പിന്നെ LPDDR5 റാം ടൈപ്പ് പ്രിഫർ ചെയ്യുക. അതിൽ തന്നെ നമുക്ക് റാമിൻ്റെ ഫ്രീക്വൻസി വരുന്നുണ്ട്, മെഗാഹെർട്സിലാണ് വരുന്നത്. എത്ര കൂടുതലായിരിക്കുമോ അത്രയും നല്ലതാണ്. അതിൻ്റെ സ്പീഡും കാര്യങ്ങളും നല്ലതുള്ളത് തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 16 GB ഒരു മിനിമമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ യൂസ് പോലെ നിങ്ങൾക്ക് എത്ര വേണോ പ്രിഫർ ചെയ്യാം, 24 32 റാം അപ്ഗ്രേഡബിൾ ആണെന്ന് കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ സ്റ്റോറേജ് ഞാൻ പറയും 512 GB SSD ആണ് ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയും. SSD തന്നെയാണ് മിക്ക എല്ലാ ലാപ്ടോപ്പിലും ഇപ്പം വരുന്നത്. അതിനെപ്പറ്റി വലുതായിട്ട് വറി ചെയ്യണ്ട. ബാക്കി സ്റ്റോറേജ് നിങ്ങളെ റിക്വയർമെൻറ്റ് പോലെ നിങ്ങൾക്ക് നോക്കാം, എത്ര വേണോ 1 TB അങ്ങനെയൊക്കെ. പിന്നെ മാക്ബുക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും 512 തന്നെയാണ് നല്ലത്. കാരണം ആപ്പിളിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് പ്രൈസസൊക്കെ ഭയങ്കര സീനാണ്. ഇനി ലാപ്ടോപ്പിൽ നമുക്ക് പ്രൊസസ്സർ എങ്ങനെ സെലക്ട് ചെയ്യാം. പ്രൊസസ്സർ അല്ലെങ്കിൽ CPU എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്ന 2 കാര്യങ്ങളാണ്, Intel അല്ലെങ്കിൽ Ryzen. Intel i3 i5 i7 അല്ലെങ്കിൽ Ryzen 3 Ryzen 5 Ryzen 7 അങ്ങനെയൊക്കെയാണ്, മനസ്സിലാക്കുക. പിന്നെ സെലിറോൺ അങ്ങനത്തെ പ്രൊസസ്സറൊക്കെ ഉണ്ട്. അത് 125,000 ആയിരുന്നു. അതൊക്കെ ഞാൻ എടുക്കണ്ടെന്നേ പറയത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 25 റേഞ്ചിലൊക്കെ നമുക്ക് i3 പ്രൊസസ്സറൊക്കെ സെയിൽ ടൈമിൽ കിട്ടും. അതിൽ നിന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. പിന്നെ i3 i5 i7 എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയും. പക്ഷെ നിങ്ങൾ ഈ 3 ലാപ്ടോപ്പ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 3 ലാപ്ടോപ്പ് ഒന്ന് നോക്കുക. ഒരെണ്ണത്തിൽ i7U എന്ന് എഴുതിയിട്ടുണ്ട്, ഒരെണ്ണത്തിൽ P എന്ന് എഴുതിയിട്ടുണ്ട്, ഒരെണ്ണത്തിൽ H എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ UPH? കാണുമ്പോൾ 3 i7 ആണ്. 3 എടുത്ത ഒരേ എഫക്റ്റ് ആയിരിക്കുമോ? ഒരിക്കലും അല്ല. U എന്ന് വെച്ചാൽ നമുക്ക് പവർ കുറഞ്ഞ പ്രൊസസ്സർ ആയിരിക്കും, മനസ്സിലായി. ഏറ്റവും പവർ കുറഞ്ഞതാണ് U വരുന്നത്. P എന്ന് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് P എന്ന് പറയുന്ന പ്രൊസസ്സർ. അത് കുറച്ചുകൂടെ പവർ കൂടുതലായിരിക്കും. പിന്നെ വരുന്ന HS എന്ന് പറഞ്ഞ ഒരു പ്രൊസസ്സർ വരും. അത് കുറച്ചുകൂടെ പവർ ആയിരിക്കും. പിന്നെ വരുന്ന Hഉം HXും, മനസ്സിലായോ. ഇതിൽ H എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മൈൻഡിൽ വരണം ഹെവി എന്നുള്ള സംഭവം, മനസ്സിലായോ. നിങ്ങൾക്ക് ഹെവി ആയിട്ട് എന്ത് ചെയ്യണമെങ്കിൽ H അല്ലെങ്കിൽ HX തന്നെ എടുക്കാൻ ശ്രമിക്കുക, മനസ്സിലായോ. U നിങ്ങൾ ലൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈറ്റ് കാറ്റഗറിയില്ലേ, ഓഫീസ് വർക്ക്, മീഡിയ കൺസപ്ഷൻ, അതിനൊക്കെ ആയിരിക്കും ഏറ്റവും ഐഡിയൽ, മനസ്സിലായോ. Uഉം Pയും ഒക്കെ ആ ഒരു ഇതിലാണ് വരുന്നത്. HS എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മീഡിയം വർക്കിനും ഒക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഫോട്ടോഷോപ്പ്, കോഡിങ്, അതിനും HS ഒക്കെയാണ്. അതിന് H എടുത്തെന്ന് പറഞ്ഞും ഒരു പ്രശ്നമല്ല, മനസ്സിലായോ. ഇങ്ങനെ നിങ്ങൾ മൈൻഡ് വയ്ക്കുക. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ U എന്ന് പറയുമ്പോൾ ബാറ്ററി ലൈഫ് ഏറ്റവും കൂടുതലായിരിക്കും.
എന്ന് പറയുമ്പോൾ പെർഫോമൻസ് അല്പം കൂടും, യു വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ലൈഫ് അല്പം കൂടെ കുറയും. അങ്ങനെയാണ് നമ്മൾ ഇത് വരുന്നത്, മനസ്സിലായി. എച്ച് എന്ന് പറയുമ്പോൾ പെർഫോമൻസിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, ബാറ്ററി ലൈഫ് കുറവായിരിക്കും. റൈസണിലും ഇതേ രീതിക്ക് തന്നെയാണ് വരുന്നത്. റൈസണിലും ഉണ്ട് UP, HS, HX അങ്ങനെയൊക്കെ, മനസ്സിലായി. HX എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈ എൻഡ് ഗെയിം ലാപ്ടോപ്പ് അതിലേക്കാണ് HX വരുന്നത്. അപ്പം ഞാൻ പറയും നിങ്ങൾ 50,000 ഒക്കെ H തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക, മനസ്സിലായോ. പിന്നെ U സീരീസിന് നിങ്ങൾ ഒരുപാട് അങ്ങനെ പ്രൈസ് കൊടുത്ത് U സീരീസ് ലാപ്ടോപ്പ് എടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം Uവിൽ നമ്മൾ മാക്സിമം ഒരു ലൈറ്റ് വർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ HS നല്ല ഗ്രാഫിക്സ് കാർഡുമായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസീവ് ലാപ്ടോപ്സ് കിട്ടുവാണെങ്കിൽ അത് നോക്കാം. അത് വലിയൊരു വിഷയമുള്ള ഫാക്ടറല്ല. കാരണം നിങ്ങൾക്ക് ഗെയിമിംഗ് പ്രയോറിറ്റി ആയിട്ട് വരുമെങ്കിൽ അവിടെ ഗ്രാഫിക്സ് കാർഡാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രൊസറിൽ നമുക്ക് 2 ആർക്കിടെക്ചറാണ് വരുന്നത്. ഒന്ന് x86, 2 x86ലാണ് നമ്മൾ i5, i3 അങ്ങനത്തെ പ്രൊസറൊക്കെ വരുന്നത്, മനസ്സിലായോ. ARM എന്ന് പറയുമ്പോഴാണ് നമ്മളെ മാക്ബുക്കിൽ M2, M4 അങ്ങനത്തെ പ്രൊസർ വരും. പിന്നെ വിൻഡോസിൽ തന്നെ നമുക്കിപ്പോൾ സ്നാപ്ഡ്രാഗൺ XL8 എന്നൊരു പ്രൊസറുണ്ട്, അതും വരും. ARM പ്രൊസസ്സർ എന്ന് പറയുമ്പം പവർ എഫിഷ്യൻസിയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രൊസസ്സറുള്ള ലാപ്ടോപ്പിന് നല്ല കിട്ടില്ല ബാറ്ററി ലൈഫ് ആയിരിക്കും കിട്ടുന്നത്. കാരണം ഈ പ്രൊസസ്സർ പവർ ഡ്രോ അധികം ചെയ്യാറില്ല. അതേസമയം x86 നോക്കുകയാണെങ്കിൽ അതിൽ പവർ ഡ്രോ കൂടുതലായിരിക്കും, അതിനനുസരിച്ച് ബാറ്ററി ലൈഫും കുറവായിരിക്കും ARM പ്രൊസസ്സേഴ്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പം പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പ്രൊസസ്സറിന്റെ ജനറേഷൻ നോക്കിയെടുക്കുക. ഇപ്പം നമുക്ക് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്നത്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് റൈസന്റെ 7000 സീരീസും ഇന്റലിന്റെ 14 സീരീസും. പക്ഷെ ഇപ്പം വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്നത് ഇന്റലിന്റെ 13 ജെന്നും പിന്നെ റൈസന്റെ 6000 സീരീസും ആയിരിക്കും, മനസ്സിലായോ. പിന്നെ അണ്ടർ 50,000 നിങ്ങൾക്ക് 12th ജനറേഷൻ പ്രൊസസ്സറെ കൺസിഡർ ചെയ്യാം. നമുക്ക് അറൌണ്ട് 45,000 i5 12th ജനറേഷൻ H പ്രൊസസ്സറൊക്കെ വെച്ചുള്ള ലാപ്ടോപ്പ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സെയിം പ്രൈസിൽ തന്നെ ഇന്റലിന്റെ i5ഉം റൈസൺ 5 ഒക്കെ വന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നാനോ റിവ്യൂ എന്നൊരു സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി, മനസ്സിലായി. നാനോ റിവ്യൂ എന്നടിച്ച് ഈ 2 പ്രൊസസ്സർ എൻ്റെ പേരടിച്ച് നിങ്ങൾക്ക് കമ്പാരിസൺ കിട്ടും. അപ്പോഴേ സ്കോറും കാര്യങ്ങളൊക്കെ വ്യത്യാസം മനസ്സിലാവും. ചെറിയ സ്കോറിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഡേ ടു ഡേ യൂസിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ ഞാൻ പറയും ഇന്റലിന്റെ 13 ജെന്നിന് ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഒബ്വിയസ്ലി റൈസൺ 6000 സീരീസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇപ്പം നമുക്ക് ഇന്റൽ അൾട്രാ പ്രൊസസ്സേഴ്സും വന്നിട്ടുണ്ട്, Ultra 5, Ultra 7 അങ്ങനത്തെ പ്രൊസസ്സേഴ്സും വന്നിട്ടുണ്ട്. അതും നല്ലത് തന്നെയാണ്. അപ്പോഴും നിങ്ങൾ പ്രൈസ് നോക്കി എടുക്കുക. അത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ്ലി എക്സ്പെൻസീവ് ആണ്, i5 ആലോചിക്കുമെങ്കിൽ i5 തന്നെ എടുക്കുക. പക്ഷെ ആ പ്രൊസസ്സേഴ്സും നല്ലത് തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു പ്രൈസും പ്രൊസസ്സറും ഉള്ള ഒരു ചാർട്ട് കാണിക്കാം. ഈ പ്രൈസിന് നിങ്ങൾ ഏതൊക്കെ പ്രൊസസ്സർ എടുക്കണം അങ്ങനത്തെ ഒരു ചാർട്ട് കാണിക്കാം. അപ്പോഴും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, മനസ്സിലായത്. ഈ പ്രൈസിൽ ഏതൊക്കെ പ്രൊസസ്സറാണ് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു 30 റേഞ്ചിലൊക്കെ i3 എന്നുള്ള നല്ല പ്രൊസസ്സറൊക്കെ കിട്ടും, മനസ്സിലായി. പഴയ ജനറേഷനെങ്കിൽ 25,000 തന്നെ i3 കിട്ടാറുണ്ട്. പിന്നെ ഒരു 40 റേഞ്ചൊക്കെ വരുമ്പോൾ i5 12th ജെൻ വരും, മനസ്സിലായി. 12th ജനറേഷൻ പ്രൊസസ്സർ നമുക്ക് കിട്ടും. അറൌണ്ട് 50 ഒക്കെ ആകുമ്പോൾ i5 13 ജെൻ വരും. 60 ഒക്കെ ആകുമ്പോൾ i7 13 ജെൻ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി ഫാക്ടേഴ്സ് കൂടെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ ടൈപ്പാണ്, അങ്ങനെയൊക്കെ വെച്ച് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും, മനസ്സിലായോ. ഇപ്പം ഞാൻ പറയാം ഏറ്റവും വാല്യൂ ഫോർ മണി നമുക്കിപ്പോൾ അറൌണ്ട് 60,000 i7 13 ജെന്നൊക്കെ H പ്രൊസസ്സറൊക്കെ ചില ലാപ്ടോപ്പ് കിട്ടുന്നതാണ്. അതൊക്കെ നല്ല വാല്യൂ ഫോർ മണിയാണ് നിങ്ങൾക്ക് വരുന്നത്. റൈസണും അതേ ലെവലൊക്കെ തന്നെയാണ്. റൈസൺ 30 റേഞ്ചിലാണ്, റൈസൺ 5 വരുമ്പോൾ 40-50 ആ റേഞ്ചിൽ വരും. അങ്ങനെ കൂടി അങ്ങ് പോകും, മനസ്സിലായി. അത് ഓരോ പ്രൈസും ബാക്കി ഫാക്ടേഴ്സും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രൊസസ്സറിൻ്റെ പ്രൈസ് റേഞ്ച് ബാക്കി സ്പെക്സ് കൂടെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. ഇപ്പം നമുക്ക് i5 13 ജെന്ന് അറൌണ്ട് 50,000 ലാപ്ടോപ്പിലും കിട്ടും. പക്ഷേ ഗ്രാഫിക്സ് കാർഡുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ അത് 60,000-70,000 അങ്ങനെയും പോവാം, മനസ്സിലായി. അപ്പോൾ ബാക്കി സ്പെക്സ് കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഗ്രാഫിക്സ് കാർഡ് സെലക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഗ്രാഫിക്സ് കാർഡ് മെയിൻലി ആവശ്യം വരുന്ന ഗെയിമിങ്, വീഡിയോ എഡിറ്റിംഗ്, 3D മോഡലിംഗ് അങ്ങനത്തെ വർക്കിനാണ്. ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഒബ്വിയസ്ലി ആവശ്യമാണ്. ഇപ്പോഴും 2025 ഞാൻ പറയാം RTX 4050 ആണ് നമുക്ക് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയും. കാരണം നമുക്ക് ഈ 3000 സീരീസ് ഉണ്ട്, 30, 50, 30, 60 അതൊക്കെ ഉണ്ട്. അപ്പോഴേ 3000 സീരീസ് വെച്ച് 4000 സീരീസ് നോക്കുമ്പോൾ 4000 സീരീസിന് കുറച്ചുകൂടെ ബെറ്റർ FPS ജനറേഷൻ ടെക്നിക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ 4050 ആയിരിക്കും ഏറ്റവും വാല്യൂ ഫോർ മണി. അത് അറൌണ്ട് 70,000 ഉള്ള ലാപ്ടോപ്പിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. സ്റ്റാർട്ടിങ് വരുന്നത് 2050 ആണ്, അത് അറൌണ്ട് 50,000 ആണ് വരുന്നത്. പിന്നെ 60,000 റേഞ്ച് പോകുമ്പോൾ RTX 3050 വരും. അതിൽ തന്നെ 4GB വേരിയന്റ് ഉണ്ട്, 6GB വേരിയന്റ് ഉണ്ട്. 6GB വേരിയന്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 4050 ആണ് ഏറ്റവും വാല്യൂ ഫോർ മണി. അത് അറൌണ്ട് 70,000 ലാപ്ടോപ്പിലാണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് കുറേ ഉണ്ട്, 4060, 4070, 4090 അങ്ങനെ നമ്മളെ ബജറ്റിനനുസരിച്ച് കുറേ ഉണ്ട്. 8GB ഗ്രാഫിക്സ് കാർഡ് അങ്ങനെ കുറേ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ പറയും, പിന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് മെയിൻലി വരുന്നത് NVIDIA ഞാൻ പറഞ്ഞല്ലോ ഈ RTX ആ സംഭവമാണ്. പിന്നെ AMDയുടെ ഗ്രാഫിക്സ് കാർഡുണ്ട്. NVIDIA ആണ്
മോസ്റ്റ്ലി ബെറ്റർ എന്ന് ഞാൻ പറയും. AMD എടുത്തെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ജനറലി നമുക്ക് NVIDIAയുടെ കാർഡാണ് കുറച്ചുകൂടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, മനസ്സിലായി. ഇപ്പം നമുക്ക് 5000 സീരീസിന്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്, പക്ഷെ അത് ഇത്തിരി എക്സ്പെൻസീവ് സൈഡാണ്. ഇപ്പോഴും 2025 ഞാൻ പറയും 4000 സീരീസ് കാർഡാണ് കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി. കാരണം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു, ഈ 4000 5000 തമ്മിലുള്ള കമ്പാരിസൺസ് ഭയങ്കര വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായി. അതിന് കുറച്ചുകൂടെ ലാപ്ടോപ്സ് വന്ന് വാല്യൂ ഫോർ മണിയൊക്കെ ആകുമ്പോൾ അപ്പോഴും നോക്കിയാൽ മതി. ഇപ്പോഴും നമുക്ക് ഞാൻ പറയും 4000 സീരീസ് ആണ് കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ 3D മോഡലിംഗ് ഭയങ്കര ഹൈ ലെവൽ അങ്ങനെയൊക്കെ എങ്കിൽ 8GB ഗ്രാഫിക്സ് കാർഡ് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3D മോഡലിംഗ് അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സബ്ജക്റ്റ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ചില ഹൈ ലെവലിൽ നമുക്ക് PC തന്നെ വേണ്ടി വരും എന്നുള്ള സെറ്റപ്പാണ്. അപ്പോഴും നിങ്ങൾ നോക്കുക, നിങ്ങളുടെ റിക്വയർമെന്റ്സിന് ലോങ് ടൈമിന് PC ആണെന്നല്ലെങ്കിൽ അതിലോട്ട് തന്നെ നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ RTX 4050 ആണ് ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ കിട്ടുന്ന ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഗ്രാഫിക്സ് കാർഡ്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗെയിംസ് കളിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് നല്ല ഹൈ ലെവലിൽ കളിക്കണമെങ്കിൽ RTX 4060 ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബാക്കി നിങ്ങളെ ബജറ്റ് പോലെ എത്ര വേണോ പോവാം. പിന്നെ ഗ്രാഫിക്സ് കാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഗ്രാഫിക്സ് കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം TGP വാല്യൂ നോക്കുക. TGP എന്ന് വെച്ചാൽ നമ്മളെ ഗ്രാഫിക്സ് കാർഡിന് എത്ര വോൾട്ടേജ് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു 80-90 വോട്ടൊക്കെ അത്യാവശ്യം നല്ല വാല്യൂ ആണ്. അതിന് മുകളിൽ എത്ര പോയാലും നല്ലതാണ്. പിന്നെ നമുക്ക് ഗെയിമിങ്ങും വർക്കും കൂടെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ലാപ്ടോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ അധികം വെയിറ്റ് ഇല്ലാത്ത ഗെയിമിംഗ് ലാപ്ടോപ്പ് 2 kg ഒക്കെ വരുന്നത്, അതിൽ നമുക്ക് TGP യൂഷ്വലി കുറവായിരിക്കും. അപ്പോഴത് നിങ്ങൾ നോക്കിയെടുക്കുക. ഇനി ബാറ്ററി ലൈഫിനെ പറ്റിയാണ്. ബാറ്ററി ഞാൻ ആദ്യം പറഞ്ഞ 2 കാറ്റഗറിയില്ലേ, തിൻ ആൻഡ് ലൈറ്റും ഗെയിമിങ്. ഗെയിമിങ്ങിന് യൂഷ്വലി നമുക്ക് ബാറ്ററി കുറവായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹൈ പവർ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും അങ്ങനെയൊക്കെ വച്ച് വരുന്ന ലാപ്ടോപ്പാണ്. അപ്പോൾ അത്രയും പവർ അത് ഡ്രോ ചെയ്യും, മനസ്സിലായി. അപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പിന് യൂഷ്വലി ബാറ്ററി കുറവായിരിക്കും. തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് മിക്ക ലാപ്ടോപ്പിനും അത്യാവശ്യം നല്ല ബാറ്ററി കാണും, മനസ്സിലായി. പിന്നെ Intel Evo സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വരുന്ന ലാപ്ടോപ്പിന് നമുക്ക് നല്ല കിട്ടില്ല ബാറ്ററി ബാക്ക് എന്ന് വെച്ചാൽ ഒരു 7-8 hours ആ റേഞ്ച് കിട്ടും. ചില തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിനും ബാറ്ററി കുറവായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ആ കപ്പാസിറ്റി അനുസരിച്ച് റിവ്യൂസ് ഒക്കെ നോക്കുക എത്ര ബാറ്ററി കിട്ടുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പം കമ്പനി പലതും ക്ലെയിം ചെയ്യും, പക്ഷെ നമ്മൾ റിയലിസ്റ്റിക്കലി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാറ്ററി കുറവായിരിക്കും. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ റിവ്യൂസ് ചെക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ARM പ്രൊസസ്സർ വെച്ച് വരുന്ന ലാപ്ടോപ്പിന് ബാറ്ററി ലൈഫ് ഹൈ ആയിരിക്കും, കാരണം അത് പവർ എഫിഷ്യൻസിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, മനസ്സിലായി. X86 വെച്ച് നോക്കുമ്പോൾ ഒരു ബാറ്ററി കാര്യത്തിൽ കപ്പാസിറ്റി റിവ്യൂ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ഒബ്വിയസ്ലി. പിന്നെ Type-C ചാർജിങ് ഉണ്ടോ എന്ന് ഇൻഷുർ ചെയ്യുക. കാരണം നമുക്കിപ്പം നമ്മളെ ഫോണായാലും ബാക്കി സംഭവങ്ങളായാലും എല്ലാം Type-C ചാർജിങ് വെച്ചാണ് വന്നത്. അപ്പോൾ ലാപ്ടോപ്പിൽ കൂടെ Type-C ചാർജിങ് ഉണ്ടെങ്കിൽ അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നമ്മളെ മാക്സിമം പവർ വരണമെങ്കിൽ നമ്മൾ ആ ചാർജർ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ Type-C ചാർജിങ് ഉള്ളത് ഒബ്വിയസ്ലി ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി അടുത്ത് മാക്ബുക്ക് വേണോ വിൻഡോസ് വേണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ പലരുടെയും മൈൻഡിൽ കാണും. നിങ്ങൾ ARM പ്രൊസസ്സറുള്ള മാക്ബുക്കും വിൻഡോസും കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്കിപ്പം വിൻഡോസിലുള്ള ARM പ്രൊസസ്സറുള്ള ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ X Elite അതൊക്കെ വരുന്ന ലാപ്ടോപ്പാണ്. പിന്നെ മാക്ബുക്കിൻ്റെ കേസിൽ അറിയാമല്ലോ M2 M3 M4 അങ്ങനത്തെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാക്കിന് ഉള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ആപ്പ് സപ്പോർട്ടും കോമ്പാറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആപ്പിൾ ARM തുടങ്ങിയിട്ട് നമുക്ക് 2020 തുടങ്ങിയതാണ്, M1 തൊട്ടേ തുടങ്ങിയതാണ്. അപ്പോഴതിനനുസരിച്ച് ആപ്പ് സപ്പോർട്ടും കോമ്പാറ്റബിലിറ്റിയും ഒക്കെ ഈ മാക്ബുക്കിൻ്റെ ARMന് ബെറ്ററാണ് വിൻഡോസ് വെച്ച് നോക്കുമ്പോൾ, മനസ്സിലാവും. വിൻഡോസ് പയ്യെ ബിൽഡ് ആവുന്നേ ഉള്ളൂ, പല ആപ്സും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോഴും. അപ്പോഴത് ടൈം അനുസരിച്ച് സെറ്റ് ആവുമെന്ന് വിചാരിക്കാം. പക്ഷേ അസ് ഓഫ് നൗ ആപ്പിളാണ് ഈ ഒരു ARMൻ്റെ കാര്യത്തിൽ ആപ്പ് സപ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ബെറ്റർ. പിന്നെ നിങ്ങൾ ഗെയിമിംഗ് മൈൻഡിലുണ്ടെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പ് തന്നെ എടുക്കുക. വിൻഡോസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ്, വിൻഡോസിൻ്റെ ഗ്രാഫിക്സ് കാർഡുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് തന്നെ എടുക്കുക. കാരണം മാക്കിൽ നമുക്ക് ഗെയിംസിൻ്റെ സപ്പോർട്ട് ഒട്ടുമില്ല, മനസ്സിലാക്കുക. ഗെയിംസ് വളരെ കുറവാണ് മാക് OSന് വേണ്ടി. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മാക്ബുക്ക് ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് അതിൽ നല്ല രീതിക്ക് വർക്കാവുമോ അതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം മാക്ബുക്കിലോട്ട് വരാൻ. ചില ആപ്സ് നമുക്ക് ചിലപ്പം Intelന്റെ i5 i7 അങ്ങനത്തെ പ്രൊസസ്സറിന് X86ന് വേണ്ടി മാത്രമായിരിക്കും, മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നോക്കി വരിക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മാക്ബുക്ക് ഏതെടുക്കണം എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ M2 M4 ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. M4 ആണ് ബെസ്റ്റ് വാല്യൂ. നമുക്ക് അറൗണ്ട് 80,000 M4ൻ്റെ 256GB കിട്ടാറുണ്ട്. M2 എന്ന് പറയുമ്പോൾ ഒരു 65,000 ഓഫറൊക്കെ ചേർത്ത് കിട്ടാറുണ്ട്, മനസ്സിലായോ. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്. M3യുടെ സീനെന്ന് വെച്ചാൽ ചിലപ്പോൾ M4നെക്കാളും അത് എക്സ്പെൻസീവ് ആയിരിക്കും ചില സൈറ്റിലൊക്കെ, മനസ്സിലാവും. അപ്പോൾ M3 അവോയ്ഡ് ചെയ്യുക. പിന്നെ M1 തീരെ പഴയതായിപ്പോയി, മനസ്സിലാവും. അപ്പോൾ M2ൻ്റെ 16256 അല്ലെങ്കിൽ M4ൻ്റെ 16256 ആണ് ഇപ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്നത്, മനസ്സിലാവും. പിന്നെ 16GB ബേസ് ഉള്ളത് തന്നെ എടുക്കുക. കാരണം മാക് OSൽ ഇപ്പം റാമിൻ്റെ ഇഷ്യൂസൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ 16GB എന്തായാലും വേണം. ഇപ്പോൾ M4 തൊട്ട് അവരെല്ലാം 16GB തന്നെ ആക്കിയിട്ടുണ്ട്.
പിന്നെ 512 GB അപ്പുറം മാക്കിൽ സ്പെൻഡ് ചെയ്തത്, കാരണം ഇവരുടെ സ്റ്റോറേജ് അപ്ഗ്രേഡ് പ്രൈസ് ഭയങ്കര സീനാണ്. പിന്നെ മാക്ബുക്കിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും, ആ ഒരു കാര്യം കൂടെ മൈൻഡ് ചെയ്യുക. പിന്നെ നിങ്ങളിൽ ഓൾറെഡി ഐഫോൺ, ഐപാഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാക്ബുക്കിലോട്ട് വരാം, ഒരു പ്രശ്നമില്ല. ഞാൻ പേഴ്സണലി മാക്ബുക്ക് എയർ M4 യൂസ് ചെയ്യുന്നുണ്ട്, അടിപൊളി സംഭവമാണ്. പക്ഷേ ഗെയിമിംഗ് നടക്കില്ല, പക്ഷെ നമ്മളെ ഈ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ARM ലാപ്ടോപ്പിൽ നടക്കും കേട്ടോ. പിന്നെ മാക്ബുക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ARM2 M4 ആണ് ബെസ്റ്റ് വാല്യൂ. പിന്നെ 256 GB നിങ്ങൾക്ക് എനഫ് ആണോ നോക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം 512 വരെ എടുത്തത്. അതിലപ്പുറം നിങ്ങൾ എടുത്ത ഭയങ്കര അത് വാല്യൂ ഫോർ മണി എന്നൊരു സംഭവം പോകും, കാരണം അത്രയ്ക്ക് സീനാണ് ആപ്പിളിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് പ്രൈസസ്. പിന്നെ മിക്ക ആൾക്കാർക്കും ഞാൻ പറയാം മാക്ബുക്ക് എയറിൻ്റെ ആവശ്യമുള്ളൂ. മാക്ബുക്ക് പ്രോയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടും. നമുക്കിപ്പം മാക്ബുക്ക് പ്രോ M4 വരുന്നുണ്ട്, നമുക്കിപ്പോൾ മാക്ബുക്ക് പ്രോ M4 വരുന്നുണ്ട്. അപ്പോഴതിൽ നമുക്ക് മിനി LED ഡിസ്പ്ലേ വരും, പിന്നെ കുറേ കൂടെ ബെറ്റർ സ്പീക്കേഴ്സ് കിട്ടും. പിന്നെ ഇവരുടെ M4 Max, M4 Pro അങ്ങനത്തെ പ്രൊസസ്സർ ഉണ്ടല്ലോ, അതിലൊക്കെ കുറേ കൂടെ ബെറ്റർ പെർഫോമൻസും കിട്ടും, മനസ്സിലായി. അപ്പോഴത് നിങ്ങൾ നോക്കാം, മിക്ക ആൾക്കാർക്കും ഐ ബിലീവ് എയർ എനഫാണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബ്രാൻഡ് നിങ്ങൾ കംപ്ലീറ്റ്ലി മൈൻഡിൽ നിന്ന് കളയുക, മനസ്സിലായി. ഇപ്പോൾ ചിലർ പറയും എൻ്റെ അടുത്ത് ഡെല്ലിൻ്റെ തന്നെ ലാപ്ടോപ്പ് വേണം, അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് വാല്യൂ നിങ്ങളുടെ, ഞാൻ ഇപ്പം പ്രൊസസ്സർ, GPU, ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിൽ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ബ്രാൻഡ് എന്നൊരു സംഭവം നിങ്ങൾ മൈൻഡിൽ നിന്ന് വിടുക, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്ന അത് സെലക്ട്. നിങ്ങൾക്ക് സർവീസ് കൂടെ നിങ്ങളെ റീജിയനിലുണ്ടോ അത് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ പോർട്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ MS ഓഫീസും പിന്നെ വെബ്കാമും. അത് വെബ്കാം ചില അസൂസിൻ്റെ ROG ലാപ്ടോപ്പിലും ചിലതിലൊന്നും അവർ കൊടുക്കാറില്ല. അതൊക്കെ നോക്കുക. നിങ്ങൾക്ക് വെബ്കാം ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പിന്നെ എക്സ്ട്രാ വാറൻറ്റി ചില ലാപ്ടോപ്പിനോട് കിട്ടും, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ബ്രാൻഡിൻ്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വാറൻറ്റി കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് കിട്ടും. പിന്നെ ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോകുകയാണെങ്കിൽ ലെനോവോയുടെ ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ചില ഗിമിസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, എന്ന് വെച്ചാൽ ചില ലാപ്ടോപ്പ് തീരെ ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളും ഭയങ്കര പെർഫോമൻസും കാര്യങ്ങളൊന്നും അതിൽ കാണത്തില്ല. പിന്നെ വേറെ ഡുവൽ ഡിസ്പ്ലേ ലാപ്ടോപ്പ്, അപ്പോഴും അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്പെക്സ് നല്ലപോലെ കോംപ്രമൈസ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെക്സ് നോക്കി തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കും. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചൊരു ലാപ്ടോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ നോക്കാം. നമുക്കിപ്പോൾ അറൗണ്ട് 50,000 ഒരു തിന്നല്ലേ ലാപ്ടോപ്പ് വേണം. ഇപ്പോൾ നമ്മൾ ആമസോണിൽ പോകുന്ന i5 13240H ലാപ്ടോപ്പ് ഒന്ന് സെർച്ച് ചെയ്യുന്നു. നമുക്ക് ആദ്യം തന്നെ ലെനോവോയുടെ ഒരു ഓപ്ഷൻ വന്നു. എന്നിട്ട് അതിൽ നമ്മൾ നോക്കുമ്പം ഡിസ്പ്ലേ IPS ആണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേറെ ലാപ്ടോപ്പ് നോക്കിയിട്ട് അത് വെച്ച് കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 70,000 റേഞ്ചിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് വേണമെങ്കിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് വെച്ചായിരിക്കും സെർച്ച് ചെയ്യുന്നത്. RTX 4050 ലാപ്ടോപ്പ് ഒന്ന് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. ഇപ്പം നമുക്ക് ഇത് HP-യുടെ ഒരു നല്ല ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് നോക്കുന്നു. നമുക്കത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. വേറെയും ഓപ്ഷൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാം. പക്ഷെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ, സംഭവം സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. പുറമെ കാണുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് എന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡും ഒരു പ്രൊസസ്സറും റൈറ്റ് പ്രൈസും സെലക്ട് ചെയ്യാനും പിന്നെ ഡിസ്പ്ലേയും ബാക്കി കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് നോക്കാൻ അറിയാമെങ്കിൽ ഈസിയാണ്, മനസ്സിലായി. വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വേറെ ഇത്തിരി ബാറ്ററി ലൈഫുള്ള ലാപ്ടോപ്പ് വേണമെങ്കിൽ ഇൻ്റലിവോ ലാപ്ടോപ്സ് ഒന്ന് അടിച്ചാൽ മതി, കുറേ ഓപ്ഷൻസ് വരും. അപ്പോഴങ്ങനെ നോക്കിയാൽ മതി, ഭയങ്കര പാടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ സെയിലിന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ബെസ്റ്റ് ടൈം നമ്മളെ ബിഗ് ബില്യൺ സെപ്റ്റംബറിലെ സെയിലാണ്. അല്ലാണ്ട് ബാക്കി സെയിലുകളൊക്കെ വരാറുണ്ട്. സെയിൽ സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഓഫറിനൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ടൈം ആയിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.